യുവർ ബ്രെയിൻ ബൈ ഡൂയിങ് ദീസ് തിങ്സ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിനെ റിവയർ ചെയ്യണം, അല്ലെങ്കിൽ റീബൂട്ട് ചെയ്യണം, പുതിയ ഒരാളായി മാറണം എങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ബ്രെയിനിനെ പറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇനി എങ്ങനെ പറ്റിക്കുക? ഈ ആൾക്കാരെ പറ്റിക്കുന്ന പോലെയാണോ? നോ. അതായത് നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കാർ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാർ ഉള്ളതായിട്ട് നിങ്ങൾ സങ്കല്പിച്ച് കുറച്ച് നേരം ഒന്ന് ഇരിക്കുക. ജസ്റ്റ് യു ആർ ദ ഓണർ ഓഫ് ദിസ് കാർ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക. ആ കാറിൻ്റെ പേരും കൂടെ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് നിങ്ങൾ അതൊന്ന് ആസ്വദിക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടില്ലേ, അത് കഴിഞ്ഞ് ഈ ഒരു കാര്യത്തിന് ജസ്റ്റ് കാഷ്വൽ ആയിട്ട് വിടുക. അതായത് ഇനി ഇത് കിട്ടുമോ ഇല്ലയോ എന്നും നിങ്ങൾ ആലോചിക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഡൗട്ട് അടിക്കരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കുമോ, റിയൽ ആവുമോ എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിന് ഈ ഒരു കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതായത് ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. കാരണം ന്യൂറോ സയൻസ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മളുടെ ബ്രെയിനിന് ഒരു സൂപ്പർ പവർ ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, അട്രാക്ട് ചെയ്യാനുള്ള സൂപ്പർ പവർ. നിങ്ങളത് വേണ്ട കാര്യം വേണ്ട പോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാം തന്നെ ലഭിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ഡൗട്ട് അടിക്കരുത്, ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഒരു സമയത്ത് ജോലി വേണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, ജസ്റ്റ് ഫോർ പോക്കറ്റ് മണി. അപ്പോൾ എനിക്ക് അത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു. എൻ്റെ കൂടെ കുറേ പേര് ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആദ്യം കിട്ടിയത് എനിക്കാണ്, പിന്നെ വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ ഒരു സംഭവം ഞാൻ റിയൽ ആണ് എന്നുള്ളത് റിയലൈസ് ചെയ്തത്. അതാണ് ഈ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട്, അതായത് വിഷ്വലൈസ് ചെയ്യുക, എന്താണ് വേണ്ടത് ആ കാര്യം കിട്ടിയതായിട്ട് വിഷ്വലൈസ് ചെയ്യുക, എന്നിട്ട് ഫീൽ ചെയ്യുക. ഉറപ്പാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കും. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കാണിച്ചു തരും. നമ്മളങ്ങനെ വിചാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കരുത്, അതിനായിട്ട് പ്രയത്നിക്കണം. അതായത് നിങ്ങൾ അതിനായിട്ട് വർക്ക് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ കാര്യം പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യമാണ് ജേർണലിങ്. ജേർണലിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാര്യം കിട്ടിയതായിട്ടായിരിക്കും എഴുതുന്നുണ്ടാവുക. അതിൽ ഇടയ്ക്ക് നമ്മൾ താങ്ക് യു എന്ന് എഴുതുന്നുണ്ടാവും. ഈ താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് ഈ താങ്ക് യു എന്ന് പറയുന്ന സമയത്ത് സംഭവിക്കുന്നത് നമ്മളുടെ ബ്രെയിനിൽ എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴാണ് താങ്ക് യു എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കുക? എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടു തരുമ്പോൾ നമ്മൾ നന്ദി പറയുകയാണ് അല്ലേ? ഇതാണ് നമ്മളുടെ ബ്രെയിൻ ക്യാച്ച് ചെയ്യുക. നമ്മൾ ചെറുപ്പത്തിലെ താങ്ക് യു എന്ന് പറയുന്നത് ഈ കാര്യത്തിനാണ്. ആരെങ്കിലും എന്തെങ്കിലും ഓഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടു തരുമ്പോഴോ നമ്മൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യം നടക്കുമ്പോഴോ ഒക്കെ. അപ്പോൾ നമ്മളുടെ ബ്രെയിൻ വിചാരിക്കും അത് കിട്ടി എന്ന്. പക്ഷേ റിയാലിറ്റിയിൽ അതിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് താങ്ക് യു എന്ന് പറയുമ്പോൾ നമ്മളുടെ ബ്രെയിൻ വിചാരിക്കും ആ ഒരു സാധനം കിട്ടിയെന്ന്. പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം റിയൽ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഈ പറയുന്ന ആ ഒരു ഡ്രീം അല്ലെങ്കിൽ വിചാരിക്കുന്ന ആ ഒരു കാര്യം നടന്നിരിക്കും എന്നുള്ളത് 100% ഷുവറാണ്. ബ്രെയിനിനെ വേണ്ട പോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യവും നടക്കും. പേടി, വിഷമം, സ്ട്രെസ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ല എന്നുണ്ടെങ്കിലും ഇത് നിർത്താനുള്ള കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും പറയുന്ന കാര്യമാണ്. വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്യേണ്ടത് ഇത്രയും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഡ്രീം എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.